ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് കാണിക്കുന്നത് വാഷിംഗ് മെഷീനെ കുറിച്ച് എന്നെപ്പോലെ കുറച്ച് പേർക്കെങ്കിലും അറിയാത്ത ഒരു കാര്യമാണ് കേട്ടോ. ഞാനൊക്കെ സാധാരണ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇടും, അത് കഴിഞ്ഞ് അതിൻ്റെ ടൈം കഴിഞ്ഞാൽ പുറത്തെടുക്കും, എന്നിട്ട് വാഷിംഗ് മെഷീൻ അങ്ങ് ക്ലോസ് ചെയ്ത് വെക്കും. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത വാഷിംഗ് മെഷീൻ തുറക്കുന്നത്. അല്ലാണ്ട് ഇതിനെക്കുറിച്ച് ആ സൈഡിൽ നോക്കാറേ ഇല്ല. വാഷിംഗ് മെഷീൻ്റെ ഉള്ളോ ഒന്നും നോക്കാത്ത ഒരാളായിരുന്നു കുറച്ച് മുമ്പ് വരെ. പക്ഷേ ഇപ്പം ഇതിനെക്കുറിച്ച് അറിഞ്ഞതും നമ്മുടെ ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടുമ്പോൾ ക്ലീൻ ആവാത്തത് എന്താണെന്നൊക്കെ ഇപ്പോഴാണ് ഞാനൊക്കെ അറിയാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു കാര്യം അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീനിൽ നമ്മളിപ്പോൾ ഫ്രണ്ട് ഡോർ വാഷിംഗ് മെഷീനെ കുറിച്ചാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള വാഷിംഗ് മെഷീനിൽ നമുക്ക് ഒരുപാട് നമ്മൾ കാണാത്ത അഴുക്കുകൾ കാണാം. ഒന്ന് ഈ ഡോറിൻ്റെ സൈഡിലുണ്ടാവും, 2 ഇതാ ഉള്ളിൽ ഈ ഒരു ഏരിയ ഫുള്ള് ഡേർട്ടിയാണ്. നമ്മൾ കാണില്ല ഒരിക്കലും ഇങ്ങനെ നോക്കാതെ. ഞാൻ നോക്കാറില്ലായിരുന്നു, ഇപ്പോഴാണ് ഞാനിതൊക്കെ കണ്ടെത്തിയത്. അപ്പോൾ ഈ ഒരു അഴുക്കെല്ലാം നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യുമ്പം അതിലേക്ക് കൂടുകയാണ്. വെള്ള ഡ്രസ്സൊക്കെ ആകുമ്പോൾ ക്ലീൻ ആവാറേ ഇല്ല. എപ്പോഴും നമ്മൾ അങ്ങോട്ടിട്ട് അതേപോലെ തന്നെയാണ് ഇങ്ങോട്ട് തിരിച്ചും വരുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം ഞാനൊക്കെ വിചാരിച്ചത് വാഷിംഗ് മെഷീൻ കേടായിട്ടുണ്ടെന്നാണ്. പക്ഷെ അതല്ല, നമ്മൾ വാഷിംഗ് മെഷീൻ അതിൻ്റെതായ രീതിയിൽ കൊണ്ട് നടക്കാനായിട്ടാണെന്ന് പിന്നീടാണ് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ വാഷിംഗ് പൗഡർ ഇടുന്ന ഈ ഒരു ഏരിയ, ഇവിടെയും ഇതുപോലെ വാഷിംഗ് പൗഡറും വെള്ളമൊക്കെ കെട്ടി നല്ല വൃത്തികേടായി നിൽക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ അടിയിൽ കണ്ടോ വാഷിംഗ് മെഷീനും പൗഡറും എല്ലാം കൂടെ. ഇപ്പം ഞാൻ 2 ആഴ്ച മുമ്പ് ക്ലീൻ ചെയ്തിട്ടും ഇത്ര വന്നു. അപ്പം നമ്മൾ കുറേ കാലം ക്ലീൻ ചെയ്യാതെ നിൽക്കുമ്പോൾ എത്ര അഴുക്ക് കൂടി കിടക്കുന്നുണ്ടാവും. ഉണ്ടാവും ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം നമ്മൾ മാസത്തിലൊരിക്കലെങ്കിലും. ഞാനിത് അറിഞ്ഞു തുടങ്ങിയതിന് ശേഷം 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിലോ ഇത് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ വാഷ് ചെയ്യുന്ന വെള്ള ഡ്രസ്സുകളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ വരാറുണ്ട്. മറ്റേതിങ്ങനെയൊന്നും ആയിരുന്നില്ല. വെള്ള ഡ്രസ്സൊന്നും നമുക്കൊരു വെള്ള ക്ലീനായിട്ട് പ്യുവർ വെള്ളമായിട്ട് തിരിച്ച് കിട്ടാറില്ലായിരുന്നു. എപ്പോഴും ഒരേ കളർ തന്നെയായിരുന്നു. എപ്പോഴും ഒരു മങ്ങിയ കളറായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ടോ, ഇതൊക്കെ വാഷിംഗ് പൗഡർ ഇടുന്ന ആ ഒരു ഏരിയയിലുള്ള ഡേർട്ടിയാണ്. ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളിൽ ഈ തുണിയൊന്ന് നനച്ചെടുക്കുക. എന്നിട്ട് ഉള്ളിലിട്ട് കണ്ടോ ഒരു ചെറിയൊരു ഏരിയ ക്ലീൻ ചെയ്തപ്പോൾ ഇത്ര കിട്ടി. അപ്പോൾ ഈ റൗണ്ട് ഫുള്ള് ക്ലീൻ ചെയ്യുമ്പോൾ എത്ര ഉണ്ടാവും? ഇത് ഞാൻ കുറച്ച് മുമ്പ് 2 ആഴ്ച ആയിട്ടുണ്ടാവുള്ളൂ ക്ലീൻ ചെയ്തിട്ട്. ഇതുപോലെ ഉള്ളിലെല്ലാം ഒരു തുണിയിട്ട് നനവുള്ള തുണി ഇട്ടിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പോൾ നാട്ടിലാണെങ്കിലും ഇപ്പോൾ പുറത്ത് താമസിക്കുന്നവരൊക്കെയാണെങ്കിലും ഇപ്പോൾ എല്ലാവരും വാഷിംഗ് മെഷീനാണ് അധികം ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. കല്ലിലൊന്നും ഇപ്പോൾ അധികം ആൾക്കാരും ഉപയോഗിക്കാറില്ല. അങ്ങനെയുള്ളൊരു ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഒരു ഉപകാരപ്പെടും വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ കാണിക്കുന്നത്. തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. കാണാൻ പറ്റും എത്ര വൃത്തികേടായിട്ടാണ് ഉള്ളിൽ നിൽക്കുന്നതെന്ന്. തുണി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഞാനിങ്ങനെ തുണിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും. തുണി വെച്ച് തുടച്ചെടുത്താലും കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു പഴയ ബ്രഷ് എടുത്തിട്ട് അത് നനച്ചിട്ട് ഒന്ന് ഉള്ളിലെല്ലാം നമുക്ക് ഈ തുണി എത്താത്ത ഏരിയ ഒക്കെ ഈ ബ്രഷ് വെച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇപ്പം നമ്മളൊരു മിക്സിയുടെ ജാറാണെങ്കിൽ നന്നായിട്ട് ഉള്ളിലെല്ലാം ഇതുപോലെ ഡേർട്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ ബ്രഷ് എടുത്തും
നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. അത് നമ്മൾ കഴിക്കുന്ന സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. അതുപോലെ തന്നെയാണ് വാഷിംഗ് മെഷീനും. ഇതിലെ ഏരിയയിലെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം. നമ്മളെ ഡ്രസ്സ് ക്ലീനായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷേ നമുക്കത് അറിയില്ലായിരുന്നു. നമുക്ക് മീൻസ് കുറച്ച് ആൾക്കാർക്ക്, എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഏരിയ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഡോറിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ തന്നെ വൃത്തികേടായി നിൽക്കാറുണ്ട്. അപ്പോൾ അതും ഒന്ന് ബ്രഷ് ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഡോറ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ക്ലീൻ ചെയ്യുന്നത് വാഷിംഗ് പൗഡർ ഇടുന്ന ഏരിയയാണ്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് അവിടെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കിത് ഫുള്ളായിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇനി ബ്രഷ് വെച്ചിട്ട് ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്തെടുക്കണം. സോപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇഷ്ടം പോലെ സോപ്പ് അവിടെ തന്നെ ഉണ്ട്. ഇതെല്ലാം സോപ്പിൻ്റെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ എല്ലാ ഏരിയയും ചെയ്യാൻ പറ്റും. നമ്മൾ തുണിയൊക്കെ വെച്ച് ചെയ്യുന്നേക്കാളും കൂടുതൽ ഏരിയ ക്ലീൻ ചെയ്യാൻ പറ്റും ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ. ആദ്യം ഒന്ന് ബ്രഷ് വെച്ച് ചെയ്ത് പിന്നെ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുക. ഈ ഒരു ഏരിയ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. ഇനി അടുത്തത് അതുപോലെ തന്നെ ഇതും ബ്രഷ് ഇട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതെല്ലാം കഴിഞ്ഞ് വാഷിംഗ് മെഷീൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു ഏരിയ കാണാം. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അത് അങ്ങോട്ട് ഓപ്പൺ ആവും. ഈ ഒരു ഏരിയയിലാണ് വേസ്റ്റ് എല്ലാം വന്നിരിക്കുക. വേസ്റ്റ് വാട്ടറും ഈ ഒരു പൈപ്പിൻ്റെ ഉള്ളിലൂടെയാണ് വേസ്റ്റ് വാട്ടർ വരിക. കഴിഞ്ഞ ദിവസം മാറ്റത്തുകൊണ്ട് എൻ്റെ കയ്യിലില്ല. പിന്നെ വേസ്റ്റ് ഉണ്ടാവും, നമ്മുടെ പേപ്പറോ കോയിന് എന്തെങ്കിലുമൊക്കെ ഷർട്ടിൻ്റെ ഉള്ള കോയിന് ഇതൊക്കെ വാഷിംഗ് മെഷീനിൽ നമ്മൾ അറിയാതെ ഇട്ട് പോകുമ്പോൾ അതെല്ലാം വന്ന് നിൽക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇതങ്ങ് ഓപ്പൺ ആക്കുമ്പോൾ കാണാൻ പറ്റും നമുക്ക്. എനിക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്. പേപ്പറാണ്. പിന്നെ ഡ്രസ്സിൻ്റെ കോളർ, ഷർട്ടിൻ്റെ കോളറിൽ ഉണ്ടാവുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം. ഇങ്ങനെ കഴിഞ്ഞ ദിവസം കോയിന് കിട്ടിയിരുന്നു. പേപ്പറാണ് അധികം ഉണ്ടാവുക, മക്കളെ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ പെടുന്ന പേപ്പർ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഏരിയയിലാണ് അടഞ്ഞുകൂടി നിൽക്കാറ്. അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുത്തില്ലെങ്കിൽ എല്ലാം കൂടി നിന്ന് നമ്മുടെ വാഷിംഗ് മെഷീൻ കേടാവും. അപ്പോൾ അതും ഇടയ്ക്ക് ക്ലീൻ ചെയ്തെടുക്കണം.
ഇതിൽ ഒക്കെ ഉണ്ട് കണ്ടോ, നന്നായിട്ട് അഴുക്കുണ്ട്. ഇതും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് തന്നെ ഫിറ്റ് ചെയ്യുക. ഇതൊക്കെ മാനുവലായിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് അധികം പണിയൊന്നുമില്ല. എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് വെക്കുക. ഇതെല്ലാം അതുപോലെ തന്നെ തിരിച്ച് വെക്കുക. ഇനി പുറത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയോ അല്ലെങ്കിൽ ബ്രഷ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഇനി ഉള്ളിൽ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലൊന്ന് ക്ലീൻ ആക്കാൻ 2 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വാഷിംഗ് പൗഡർ എടുക്കുക, കുറച്ച് വാഷിംഗ് പൗഡർ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വാഷിംഗ് പൗഡർ ഇടുന്ന ഏരിയയിൽ അതിട്ട് കൊടുത്ത് നമ്മൾ സാധാരണ വാഷ് ചെയ്യാൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് ഓണാക്കുക. എന്നിട്ട് നോർമൽ വാഷിംഗ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്യാം. ഞാൻ 10 മിനിറ്റ് ടൈമേ കൊടുത്തിട്ടുള്ളൂ. 10 മിനിറ്റ് മതി, ഒന്ന് ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ആവാനാണ്. ബേക്കിംഗ് സോഡയും വിനെഗറും നന്നായിട്ട് ക്ലീൻ ആക്കി ചെയ്തിട്ട് നമ്മുടെ സിങ്ക് അങ്ങനെയുള്ളതൊക്കെ, അപ്പോൾ അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്യാൻ, സ്റ്റീലാണ് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ. ഇപ്പം എല്ലായിടത്തും ക്ലീൻ ചെയ്തെടുത്തു. ഇപ്പം മുമ്പ് ആദ്യത്തെ വീഡിയോയിൽ കണ്ടതിനേക്കാളും ക്ലീൻ ആയിട്ടുണ്ട്. ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പം ഡ്രസ്സും നന്നായിട്ട് ക്ലീനായി കിട്ടും. മാസത്തിൽ ഒരു ദിവസമെങ്കിലും വാഷിംഗ് മെഷീൻ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യാത്തവർ ചെയ്യാൻ നോക്കുക. ഇതെന്തായാലും ഡ്രസ്സ് നന്നായിട്ട് ക്ലീനായി കിട്ടും. നമ്മൾ ഡ്രസ്സ് വൃത്തി ആവാതെ വരുമ്പം വാഷിംഗ് മെഷീൻ കേടായി എന്ന് വിചാരിച്ച് മാറ്റി വെക്കാറാണ് ചെയ്യാറ്. പക്ഷേ അങ്ങനെയല്ല, ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല വൃത്തിയിലുള്ള ഡ്രസ്സ് തന്നെ കിട്ടും. കണ്ടോ, ഇവിടെ എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ഒരു പുത്തൻ വാഷിംഗ് മെഷീനെ പോലെ തന്നെ ആയിട്ടുണ്ട്, എല്ലായിടത്തും ക്ലീന്. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കുക, എന്തായാലും ഉപകാരപ്പെടും, അതുറപ്പാണ്.